ബാലകൃഷ്ണൻ 82ാമത്തെ പാരഗ്രാഫിൽ അങ്ങിപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ട്. കമ്മിറ്റിയുടെ ഒബ്സർവേഷൻ ആണ്. വി നോട്ടീസ്ഡ് ഇൻ ദ ബിഗിനിംഗ് ദാറ്റ് ദ വിമൻ വെയർ വെരി ഹെസിറ്റന്റ് ടു ഡൈവേർജ് their experiences even to the committee about sexual harassment in cinema. We realized that the reason was not merely womanly embarrassment, but they were scared that they will be harmed by the perpetrators in case the information reaches their ears. അതായത് സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റിയിൽ നിന്ന് പോലും ഈ വിവരങ്ങൾ ഈ സ്വാധീനമുള്ള വ്യക്തികളിലേക്ക് എത്തുമെന്ന് ഈ വിറ്റ്നസ്സുകൾ ഭയപ്പെട്ടിരുന്നു എന്നൊരു കമ്മിറ്റി കണ്ടെത്തുകയാണ്. അതായത് മൊഴി നൽകുന്നതിന് രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് മൊഴിയെടുക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു കമ്മിറ്റിക്ക് മുന്നിൽ വരാൻ പോലും ബോൾഡ് എന്നറിയപ്പെടുന്ന നടിമാർ വരെ തയ്യാറാകാത്തതിന്റെ സാഹചര്യം ഇപ്പോൾ വ്യക്തമായില്ലേ? നിശ്ചയമായും നോക്കൂ, ഇൻ കേസ് എ കംപ്ലൈന്റ് ഈസ് മെയ്ഡ് അഗേൻസ്റ്റ് an artist to the producer, if such artist has good market value, producer will not avoid him from his cinema, because for the producer cinema is a business. It is the same case as far as the complaint against a director is also concerned. ഇത് നോക്കൂ, സിനിമ നടന്മാരുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല. നിർമ്മാതാവിനോട് പോയിട്ട് സംവിധായകനെ കുറിച്ചൊരു സ്ത്രീ പരാതി പറയുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സിനിമറ്റോഗ്രാഫറിനെ കുറിച്ച് ഒരു പരാതി പറയുന്നു എന്ന് വിചാരിക്കുക. ആ സിനിമറ്റോഗ്രാഫറിനെ മാറ്റില്ല, അങ്ങനെ ആരെയും മാറ്റില്ല, ആ സംവിധായകനെ മാറ്റില്ല, ആ സിനിമറ്റോഗ്രാഫിനെ മാറ്റില്ല, അല്ലെങ്കിൽ അതിനകത്ത് ആർട്ട് ഡയറക്ടറെ മാറ്റില്ല. മറിച്ച് ആർക്കാണ് ജോലി നഷ്ടപ്പെടുക? ജോലി നഷ്ടപ്പെടുന്നത് ഈ പരാതി പറഞ്ഞ സ്ത്രീക്കാണ്. അങ്ങനെയാണ് ആ വാക്ക്. ഷീ ഈസ് എ പ്രോബ്ലം മേക്കർ. അവരൊരു പ്രോബ്ലം മേക്കറാണ്. അതുകൊണ്ട് അവരെ വളരെ പെട്ടെന്ന് ഒഴിവാക്കിക്കോളൂ എന്നുള്ളതാണ്. ഇനി ഇത് ഈ സിനിമയുടെ മാത്രം പ്രത്യേകതയല്ല, അതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു സിനിമാ സെറ്റിൽ നിന്ന് ഒരു ക്യാരക്ടർ അവതരിപ്പിക്കാൻ വന്ന സ്ത്രീ ഒരു പ്രോബ്ലം മേക്കറാണ് എന്ന ഇമേജിൽ ആ സെറ്റിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ സുജയ, പിന്നെ അവർക്ക് ഒരു സിനിമയിലും അഭിനയിക്കാൻ കഴിയില്ല. ഇത് വളരെ വലിയൊരു നെക്സസാണ്, വലിയ നെറ്റ്വർക്കാണ്. ഇവിടെ നിന്ന് അടുത്ത സെറ്റിലേക്ക് വിഷയം പോവുകയാണ്. അവർ വലിയ പ്രോബ്ലം മേക്കറാണ്, അവരൊരു മീറ്റൂക്കാരിയാണ്, നിങ്ങൾ അവരെ അടുപ്പിച്ചാൽ നിങ്ങൾ കുഴപ്പത്തിലാകും. തീർച്ചയായും ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞ ഇക്കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഒരു തുടക്കക്കാരിയായ പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ അത് പറയുന്നത്. ഡിമാൻഡ് ഫോർ സെക്സ് അത് നടത്തുന്നത് സിനിമയിലുള്ള നടന്മാർ മാത്രമല്ല, ആക്ടർമാർ മാത്രമല്ല, പ്രൊഡ്യൂസർ, ഡയറക്ടർ, പ്രൊഡക്ഷൻ controller or any other person, and a woman must be willing to surrender to their demands. അതായത് അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ ഡിമാൻഡിന് അതിനെ സറണ്ടർ ചെയ്യണം. സറണ്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കീഴടങ്ങൽ എന്നാണ്. അങ്ങനെ വിധേയരായി നിൽക്കണം എന്നുള്ളത് ഒരു അലിഖിത നിയമമാക്കി മാറ്റുകയാണ്. റെഫറിംഗ് ടു certain well-known actresses who are successful in the industry, women in cinema are convincingly told that such women have all gained reputation, money and fame only because they were willing to adjust and compromise. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിനും കോംപ്രമൈസിനും വിധേയരായ ആളുകളെ കുറിച്ചും അങ്ങനെയുള്ള ആളുകളൊന്നും ഇനി വാതുറക്കില്ല ഉണ്ണി ബാലകൃഷ്ണൻ. അങ്ങനെയുള്ള ആളുകളൊന്നും ഈ തുറന്നു പറയുന്ന സ്ത്രീകൾക്കൊപ്പം നിൽക്കില്ല ഉണ്ണി ബാലകൃഷ്ണൻ. അതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ആ പെൺകുട്ടി ഒരു കാര്യം കൂടി പറഞ്ഞു. ഇഫ് ഷീ വാണ്ടഡ് ടു ഗെറ്റ് എ ചാൻസ് ടു ആക്ട് ഇൻ സിനിമ ആൻഡ് ഗ്രോ ടു ഹൈറ്റ്സ്, ഈ മുന്നിലേക്ക് പോയ സ്ത്രീകളെ പോലെയൊക്കെ ആകണം എന്നുണ്ടെങ്കിൽ ഷീ വിൽ ഹാവ് ടു മേക്ക് സർട്ടൺ അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് കോംപ്രമൈസസ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ്, ഈ രണ്ട് വാചകം മലയാള സിനിമാ മേഖലയിൽ നിന്ന് ടാലന്റ് ആണ് വേണ്ടത് എന്നതിലേക്ക് മാത്രം മാറ്റി എഴുതാൻ ഈ സർക്കാരിന് കഴിയുമോ? സ്ത്രീപക്ഷ സർക്കാർ എന്നല്ലേ പറയുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ. അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും പിന്നെ എന്തിനാണ്? ഈ അഡ്ജസ്റ്റ്മെന്റിനും കോംപ്രമൈസിനും എതിരായിട്ട് ഏതെങ്കിലും ഒരു പുരുഷൻ ശബ്ദിച്ചാലുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് കൂടി ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതും വളരെ വിചിത്രമാണ്. നോക്കൂ, ഇതിപ്പോൾ ഈ സിനിമയിൽ സിനിമാ വ്യവസായത്തിൽ നിൽക്കുന്ന എല്ലാ പുരുഷന്മാരും മോശക്കാരാണ് എന്നൊരു അഭിപ്രായം നമുക്കുമില്ല, ഈ കമ്മിറ്റിക്കുമില്ല. എത്രയോ നല്ല മനുഷ്യരുണ്ട്, എത്രയോ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, അവരെല്ലാം നല്ല മനുഷ്യരുമാണ്, അതിനകത്തൊന്നും തർക്കമില്ല. ഒരു ഗ്യാങ് ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതിനകത്ത് വളരെ രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇൻ സിനിമ ആർ unauthorizedly and illegally banned from working in cinema. A very strange phenomenon exists in Malayalam film industry. A very strange phenomenon എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം നിൽക്കുന്ന വളരെ സ്ട്രേഞ്ചായ ഒരു പ്രതിഭാസമാണ് ആളുകളെ ബാൻ ചെയ്യുക എന്നുള്ളത്. സ്ത്രീകളെ അല്ല കേട്ടോ കൂടുതലായിട്ട് ബാൻ ചെയ്തിട്ടുള്ളത്, നോക്കിയാൽ മതി, പുരുഷന്മാരെയാണ് ബാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകൾക്ക് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പതറ്റിക്കാണ്. അക്കാര്യത്തിലൊരു സംശയവുമില്ല, അതൊരു കുറ്റകൃത്യമാണ്, അതൊരു ക്രിമിനൽ ആക്റ്റാണ്. എന്നാൽ പുരുഷന്മാരോ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന താരാധിപത്യത്തിനും അല്ലെങ്കിൽ ഈ നിർമ്മാതാവിൻ്റെ താല്പര്യങ്ങൾക്കും നിർമ്മാതാവിൻ്റെ ഇഷ്ടങ്ങൾക്കും അല്ലെങ്കിൽ പിന്നെ സംവിധായകൻ്റെ താല്പര്യങ്ങൾക്കും ഒക്കെ എതിരായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പ്രതികരിച്ചാൽ നിങ്ങൾ ബാൻ ചെയ്യപ്പെടുന്നു. അതെങ്ങനെയാണ്? രാജ്യത്ത്
ഈ ലോകത്ത് തന്നെ സുജയ നമുക്കറിയുന്നത് പോലെ അങ്ങനെ ഒരു നിയമമില്ല. നിങ്ങൾക്ക് പാട്ട് പാടാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ പാട്ടുപാടിൽ നിന്ന് നിരോധിക്കുന്ന ഏതെങ്കിലും ഒരു നിയമം ഏതെങ്കിലും ഒരു രാജ്യത്ത് നിലനിൽക്കുന്നതായി നമുക്കറിയാമോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് പാട്ട് പാടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പാടിക്കണം. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ചിത്രം വരയ്ക്കണം. അങ്ങനെ നിങ്ങൾക്ക് അഭിനയിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അഭിനയിക്കണം. നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആ ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഈ പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നത്. അവർക്ക് താല്പര്യമില്ലാത്തവർ, അധികായന്മാരായ സിനിമയിലെ ആരും തൊടാൻ പേടിക്കുന്ന ആ വിഗ്രഹങ്ങൾ അത് ഉടയട്ടെ. ഉടയുന്ന വിഗ്രഹങ്ങളാണെങ്കിൽ അങ്ങ് ഉടയട്ടെന്നേ. സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുക്കണം. ആ നിലപാടിലേക്ക് സർക്കാർ എത്തുമോ എന്നറിയാനാണ് നമ്മൾ ഈ വാർത്തയിൽ തന്നെ തുടരുന്നത്.